ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ നിഞ്ച 1000 SXന്റെ ഒരു റിവ്യൂ ആണ്, ഒരു യൂസർ റിവ്യൂ ആണ്. കാരണം നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 18 മാസം, 1.5 വർഷവും അതുപോലെ 16,000 കിലോമീറ്റർ നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പോൾ ഓടിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു യൂസർ റിവ്യൂ എന്ന നിലയിലാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഞാനിതിൽ പറയാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ്, സർവീസ്, അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ, ഇതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ്, ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞു 16,000 കിലോമീറ്റർ ഓടിച്ചു, 3 സർവീസ് ഇപ്പോൾ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സർവീസ് എന്ന് പറയുമ്പോൾ 1000 കിലോമീറ്ററിലായിരുന്നു. അതിൽ നമുക്ക് സാധാരണ മാറുന്ന ഓയിൽ ഫിൽട്ടർ, ഈ സംഭവങ്ങളൊക്കെ അന്ന് മാറിയിട്ടുള്ളൂ. അന്ന് കോസ്റ്റ് ഏകദേശം 8,000 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്, സർവീസ് കോസ്റ്റ് വരുന്നത്. സെക്കൻഡ് സർവീസിനും 6,000 കിലോമീറ്ററിലായിരുന്നു, അതിനും ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് മാറിയത്. ഓയിൽ ഫിൽട്ടർ, പിന്നെ അന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് സർവീസിലാണോ അതോ തേർഡ് സർവീസിലാണോ എന്ന് ഓർമ്മയില്ല, അതിൻ്റെ എയർ ഫിൽട്ടർ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം BMCയുടെ എയർ ഫിൽട്ടർ ഇതിന് കയറ്റിയിട്ടുണ്ട്. അന്ന് 8,000 രൂപ BMCയുടെ എയർ ഫിൽറ്ററിനും അതുപോലെ തന്നെ സർവീസ് കോസ്റ്റും സർവീസും എല്ലാം കൂടെ ഏകദേശം ഒരു 15,000 രൂപ അങ്ങനെ സർവീസ് വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ സർവീസിന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഓയിൽ ഫിൽറ്ററും അതിൻ്റെ കൂടെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് പാഡ്സിന് ഞാനിപ്പോൾ EBCയുടെ ബ്രേക്ക് പാഡാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് കവാസാക്കി വരുന്ന ബ്രേക്ക് പാഡ്സിനെക്കാട്ടിലും പകുതി വില വരുന്നുള്ളൂ. നമുക്ക് ഏകദേശം ആ ഒരു റേഞ്ചിൽ അതിൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അന്നും ഇതുപോലെ ഒരു 6,000 രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. അന്നും എനിക്ക് തോന്നുന്നു 14,000 15,000 രൂപയുടെ അടുത്ത് മൂന്നാമത് സർവീസിന് ആ ഒരു കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നോർമൽ സർവീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 8,000 8,500, അതാണ് ഇതിൻ്റെ ഒരു ഓയിൽ ഫിൽട്ടർ ഈ സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ വണ്ടി എടുക്കുമ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വണ്ടിയുടെ വില 15.5 ലക്ഷം ആയിട്ടുണ്ട്. ഞാൻ എടുക്കുമ്പം 14.25 പ്ലസ് ഞാനിപ്പോൾ ഇതിന് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മെയിനായിട്ട് ഇതിന് ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ട്. ഏകദേശം അതിനൊരു ഒന്നിൻ്റെ പുറത്ത് ആയിട്ടുണ്ട് ക്യാഷ്. പിന്നെ നമ്മളിപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ BMCയുടെ എയർ ഫിൽറ്റർ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ ഇതിലിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ PPF ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, വിങ്സ് അതുപോലെ കണ്ണാറിൻ്റെ മിറർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കിലെ ടൈൽ ടൈഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ മോഡിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. MBD ഇനി വീട്ടിൽ വരുമോയെന്ന് അറിയില്ല. മിക്കവാറും കണ്ടാൽ എന്തായാലും പൊക്കും. കാരണം എക്സോസ്റ്റ്, ടൈൽ ടൈഡ്, ചില സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി ഇപ്പോൾ ഒന്ന് ലുക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സീറ്റ് നമ്മൾ മാറ്റിയിട്ട് ഓൾറെഡി ഇപ്പോൾ ഒരു സീറ്റ് കവൾ നമ്മൾ ഇതിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ സീറ്റും ആ ഒരു ഗ്രാബ് റെയിലും തന്നെ മാറ്റിയ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ആ ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാറും. അപ്പോൾ ഞാൻ ഈ ഗ്രാബ് റെയിൽ ഓൾറെഡി ഒന്ന് അയച്ചു വെച്ച് നോക്കിയായിരുന്നു. അന്നേരം ആ സീറ്റ് അവിടെ ഉള്ളതുകൊണ്ട്, അത് നല്ല കുഷനിങ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു മുഴച്ച് നിൽക്കുന്ന പോലെ തോന്നും. അന്നേരം പിന്നെ ഗ്രാബ് റെയിൽ അവിടെ തിരിച്ച് വീണ്ടും സെറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഞാൻ സീറ്റ് കോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഡൽഹിയിൽ നിന്ന് വരണം നമുക്ക്. അപ്പോൾ അത് വന്നതിന് ശേഷം ഒരു മൊത്തത്തിലൊന്ന് അയച്ച് സെറ്റാക്കി ബാക്കിൻ്റെ ആ ലുക്കും കൂടെ ഒന്ന് സെറ്റാക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാനാണെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ടൂറിങ്ങിന് പറ്റിയൊരു വണ്ടിയാണ്. ഒരു സ്പോർട്സ് ടൂറർ എന്നൊക്കെ വേണമെങ്കിലല്ല, സ്പോർട്സ് ടൂററാണ് ആക്ച്വലി ഇത്. അപ്പോൾ നമുക്ക് പൊളിക്കണമെങ്കിൽ പൊളിക്കുകയും ചെയ്യാം. ടൂറിങ് നല്ല സ്വിഫ്റ്റായിട്ട് പോയി. അതിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിന് ക്രൂയിസ് കൺട്രോൾ എന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് വന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് പറയാൻ മറന്നു. ഇതിന് കോർണറിങ് ABS, ക്രൂയിസ് കൺട്രോൾ, ബൈലാറ്ററൽ ക്വിക്ക് ഷിഫ്റ്റർ, എത്രയും വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിന് വന്നിട്ടുണ്ട്. ഈ ക്രൂയിസ് കൺട്രോൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉപകാരം തോന്നിയിട്ടൊന്നുമില്ല. നമ്മളങ്ങനെ ലോങ് ടൂറായിട്ട് അങ്ങനെ പോകാറൊന്നുമില്ല. വണ്ടി കിട്ടുക പൊളിക്കുക. ഇതിന്റെ മെയിൻ ഓട്ടം എന്ന് പറയുന്നത് ബാംഗ്ലൂർ, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ആ ഒരു ഓട്ടമാണ് ഇതിന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ അങ്ങനെ വേറെ പുറത്തോട്ട് ഈ വണ്ടിയും കൊണ്ട് അങ്ങനെ ഗോവയോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ നോർത്തിലോട്ടോ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. ഈ 16,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇതിലൊരു 12,000 കിലോമീറ്റർ ഞാൻ വീട്ടിലോട്ടും തിരിച്ച് ബാംഗ്ലൂരിലോട്ടും പോയത് തന്നെ ആയിരിക്കും. അതല്ലാതെ ഈ വണ്ടി വേറെ അങ്ങനെ ഓടിയിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ
നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ക്രൂയിസ് കൺട്രോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്നത് നമ്മുടെ ഇതിനെ പറ്റിയാണ്. എന്താ പറയുക, ടൂറിങ്ങിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുഷനായിട്ടുള്ള ഭയങ്കര ഒരു സീറ്റാണ്. അപ്പോൾ നമുക്ക് എത്ര ഓടിച്ചാലും നമുക്ക് മതി വരാത്ത നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ നല്ല നമുക്ക് പൊളിക്കണമെന്നുണ്ടെങ്കിൽ പൊളിക്കുകയും ചെയ്യാം. കാരണം 142 PS പവർ വരുന്നുണ്ട് ഇതിന്, 111 Nm ടോർക്കും വരുന്നുണ്ട്. അപ്പം നമുക്കൊരു എന്താ പറയുക, സിക്സ്ത് ഗിയറിൽ നമുക്കൊരു 35-40 ആ റേഞ്ചിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോയാലും വണ്ടിക്ക് ഒരു സംഭവമോ മാറ്റങ്ങളോ ജർക്കിങ്ങോ നോക്കിങ്ങോ ഒന്നും വരില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ വണ്ടി ഓടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം സ്പീഡ്, ഒരു ആവറേജ് സ്പീഡ് ഒരു 100-നൊക്കെ നമ്മൾ ക്രൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20+ മൈലേജും ഇതിന് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഈ എക്സോസ്റ്റും ഈ ടൈൽ ടൈഡിയും സംഭവങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം അങ്ങനെ ക്രൂസ് ചെയ്ത് അങ്ങനെ പോകാറൊന്നുമില്ല. നമ്മൾ മെയിനായിട്ട് നമ്മൾ പൊളിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റൈഡാണ്. അതിന് പൊളിക്കാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും 200 ടച്ച് ചെയ്തിട്ടാണ് പോവാറ്. അപ്പം ഞാൻ എന്തായാലും ഒരു 150-170 അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് 17-18 അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് നമുക്ക് മൈലേജ് കിട്ടുന്നത്. ഇതിൻ്റെ പോരായ്മ എന്ന് ഒന്നും പറയാൻ പറ്റുമോ എന്നറിയില്ല. ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിനെ കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള റീഡിങ് നമുക്ക് ഇതിൽ ഫോണിൽ കാണാം എന്നുള്ളതല്ലാതെ വേറെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭവം അതിനെ കൊണ്ടൊരു ഉപകാരമൊന്നും നമുക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി അതൊരു നെഗറ്റീവായിട്ടല്ല, ഞാൻ നേരത്തെ പറയാൻ വിട്ടത് 19 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 400-ൻ്റെ അടുത്ത് നമുക്ക് റേഞ്ച് ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 95 ഒക്ടേൻ വാല്യൂ ഉള്ള പെട്രോളാണ് ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും കാലം അത് തന്നെയാണ് അടിച്ചിട്ടുള്ളൂ, അത് തന്നെയാണ് അടിക്കാറും. ഞാൻ വണ്ടി അങ്ങനെ ആർക്കും അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാറൊന്നുമില്ല. ഒരു പ്രാവശ്യം നമ്മളെ വണ്ടി ആശാൻ സ്റ്റെല്ലൊന്ന് റിവ്യൂ ചെയ്യാൻ കൊണ്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 95 ഒക്ടേനാണ് ഇതിൻ്റെ ഞാൻ അടിക്കാറ്, അപ്പോൾ അതന്നെ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് അടിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പോരായ്മകൾ വേറൊന്നും വന്നത് ഇതിന് വെയിറ്റാണ്, മുടിഞ്ഞ വെയിറ്റ്. 238 കിലോഗ്രാമോളം വെയിറ്റ് ഇതിന് വരുന്നുണ്ട്. അപ്പം അതൊരു ഇഷ്യൂ ആണ്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഇത് 2 പ്രാവശ്യം വീണിട്ടുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ കാണാം. സ്ക്രാച്ച് എന്ന് പറയാൻ പറ്റില്ല, ഈ ജെല്ലി പോലത്തെ സംഭവത്തിലോട്ട് വീണിട്ട് ആ കല്ല് കുത്തിയ സ്ക്രാച്ചാണ് ഈ കാണുന്നത്. ഭയങ്കര വെയിറ്റാണ് വണ്ടി. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഫുൾ സിസ്റ്റം മാറ്റിയപ്പോൾ തന്നെ ഏകദേശം ഫുൾ സിസ്റ്റത്തെ ടോട്ടൽ വെയിറ്റ് വരുന്ന ഏകദേശം ഒരു 10-14 കിലോഗ്രാമോളം വരുന്നുണ്ട്. അതിലിപ്പോൾ നമ്മൾ മൊത്തം മാറ്റിയപ്പോൾ തന്നെ നമുക്ക് ഫുൾ സിസ്റ്റം ഈ എക്സോസ്റ്റും ഈ മഫ്ലറെല്ലാം മാറ്റിയപ്പോൾ ഏകദേശം ഒരു 8 കിലോഗ്രാമോളം കുറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നൊരു 6-7 കിലോഗ്രാം ഈ പുതിയൊരു ഫുൾ സിസ്റ്റം വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ചൊരു ഇപ്പോൾ എനിക്ക് തോന്നുന്നു 230-230 കിലോഗ്രാം ഇപ്പോഴും കാണും. ഇപ്പം ഈ നമ്മൾ ഈ ഗ്രാബ് റെയിൽ പറഞ്ഞല്ലോ, ഈ ഗ്രാബ് റെയിലും അതുപോലെ തന്നെ നമുക്ക് നല്ല വെയിറ്റുള്ള സംഭവം, നല്ല കാസ്റ്റ് ചെയ്യാനാണ് വരുന്നത്. ഏകദേശം ഒരു 5 കിലോൻ്റെ അടുത്ത് ആ സാധനം വരുന്നുണ്ട്. അപ്പോൾ അത് അയച്ചു മാറ്റിയാൽ നമുക്കൊരു 225 റേഞ്ചിൽ നമുക്ക് വെയിറ്റ് നമുക്ക് ഒപ്പിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഇതിൽ പറയാനാണെങ്കിൽ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടൊന്നുമില്ല. ഒന്നിൻ്റെ ടയർ നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനെന്ന് പറയുന്നത്. ഏകദേശം നമ്മളുടെ ഇപ്പോൾ സൂപ്പർ കോസ് ആണ് ബാക്കിലുള്ളത്, ഫ്രണ്ടിലത്തെ ഇപ്പോൾ സൂപ്പർ കോസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഡൺലോപ്പിൻ്റെ ഒരു ടയറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ സാധാരണ ഒരു എന്താ പറയുക, ഒരു സാധാരണ ഒരു സിംഗിൾ സിലിണ്ടർ വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ടയറിൻ്റെ പ്രൈസ് കേട്ടാൽ ചിലപ്പോൾ ഒരു ഞെട്ടും. ഏകദേശം 40-45 രൂപ ടയറിന് നമുക്ക് വരാറുണ്ട്. ഏകദേശം നമ്മൾ ഓടിക്കുന്ന കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത്, ഞാനിപ്പോൾ ലാസ്റ്റ് മാറ്റിയ ടയർ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാറ്റിയത് 10,000-നായിരുന്നു. 10,000-ന് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ സൂപ്പർ കോസ്റ്റയുടെ 2 ടയർ ഇട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 6,000 കിലോമീറ്ററായി നമ്മൾ ഓടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അത് മാറി. പിന്നെ ഞാൻ ഇപ്പോൾ രണ്ടാമതും സൂപ്പർ കോസ ഫ്രണ്ടിലും ബാക്കിൽ സൂപ്പർ കോസ കിട്ടാത്തതുകൊണ്ട് ഡൺലോപ്പിൻ്റെ ഒരു ടയർ ഇട്ടിട്ടുള്ളത്. സൂപ്പർ കോസ നോക്കുന്നുണ്ട്, കിട്ടിയാൽ എന്തായാലും ഇടണം. അപ്പം ടയർ മാറ്റുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. ഓരോ 6,000 നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. അതൊക്കെ നമ്മൾ നല്ല പൊളിച്ച് ഓടിക്കുകയാണെങ്കിലും നല്ല ഇതൊക്കെ സ്പീഡിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ടയർ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ആവും. പിന്നെ ഇപ്പോൾ ഇതിൽ മെയിൻ്റനൻസ് എന്ന് പറയാൻ വലിയ ഇപ്പോൾ ചെയിൻ സ്പോക്കറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ കമ്പനി ചോദിച്ചപ്പം ഒരു 25,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരും എന്നാണ് പറയുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ചടങ്ങാണ്. അപ്പം പൊതുവേ കവാസക്കി, ഹോണ്ട, സുസുക്കി എന്നൊക്കെ പറയുന്നത് മെയിൻ്റെനൻസ് ഫ്രണ്ട്ലി ആണ്, പ്രത്യേകിച്ച് ഹോണ്ട എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പോൾ ഹോണ്ടേനെക്കാൾ ഇച്ചിരി കോസ്റ്റ്ലിയാണ് നമ്മുടെ കവാസാക്കി എന്ന് പറയുന്നത്. അത് കവാസാക്കിയുടെ കോസ്റ്റ് കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ ഹവറിനാണ് ഇവർ ലേബർ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിന് 2000 രൂപ 1000 രൂപ അങ്ങനെ എന്തോ ആണ് ഇവരുടെ ചാർജ് വരുന്നത്, ലേബർ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് കൂടാനുള്ളൊരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വണ്ടി നിഞ്ച 1000 അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടൂറർ, പവർഫുൾ സ്പോർട്സ് ടൂറൊക്കെ വാങ്ങണം അല്ലെങ്കിൽ വാങ്ങിക്കണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ചോയ്സാണിത്. നമുക്ക് പില്ലണൊക്കെ വെച്ച് എത്ര ദൂരം വേണമെങ്കിലും, അടിപൊളി സീറ്റാണ്, എത്ര ദൂരം പോയാലും നമുക്ക് ഒരു കുഴപ്പം വരത്തില്ല. പക്ഷെ ഒന്നാമതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഒരു ഇഷ്യൂ ആണ്. ഹൈറ്റ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ കാലെത്തിയില്ലെങ്കിൽ ഇച്ചിരി പണിയാണ്. കാരണം എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5'10" എനിക്ക് രണ്ട് കാലും പ്ലാന്റഡ് ആണ്. എന്നിട്ട് തന്നെ ചില സമയത്തൊക്കെ രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ വണ്ടി വീണിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കിയും കണ്ടൊക്കെ വണ്ടി എടുക്കുക. പിന്നെ മെയിൻ്റെനൻസ് ആണ് ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. സാധാരണ ഒരു സിംഗിൾ സിലിണ്ടറിനോ അല്ലെങ്കിൽ ഡബിൾ 2 സിലിണ്ടറിനൊക്കെ കയറി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മെയിൻ്റെനൻസ് ആയിരിക്കില്ല ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ മെക്കാനിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പരമായിട്ട് അങ്ങനെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എററോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല. 16,000 കിലോമീറ്റർ ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. നൈസാണ് വണ്ടി ഓടിക്കാൻ, രക്ഷയില്ല വണ്ടി. നമുക്ക് ഇതിൻ്റെ ZX10R ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ചോദിച്ചാൽ, ZX10R എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഓടുക. അത് നമുക്ക് ടൂറിങ് പറ്റില്ല. എൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നാട്ടിലോട്ട് വരിക, നാട്ടിൽ തിരിച്ചു പോവുക എന്നുള്ളത് ആയതുകൊണ്ട് നമുക്ക് ഈ കമ്മിറ്റഡ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഇപ്പോൾ 10R ആയാലും 1000RR ആയാലും അങ്ങനത്തെ വണ്ടികളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കമ്മിറ്റഡ് ആയില്ല. അത് നമുക്ക് അത് കിടന്ന് ഓടിക്കാന്ന് അത്രയും കിലോമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 375 കിലോമീറ്ററോളം നമുക്ക് വണ്ടി ഓടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റർ നമ്മൾ 10R വെച്ച് ഓടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നടുവും ഷോൾഡറും റിസ്റ്റൊക്കെ പണിയാവും. എന്നാൽ അത് ഓടിക്കാനും കഴിയില്ല. പിന്നെ നമ്മളെ റോഡ് അറിയാലോ, നമ്മളെ കേരളത്തിലോട്ടൊക്കെ കടന്നുണ്ടെങ്കിൽ നമ്മളെ നടു ഓടിയും ആ ജാതി റോഡുകളാണല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ടൂറർ ഒരു 140 PS പവർ വേണ്ട ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു എന്താ പറയുക ചോയ്സാണ്. വേറൊരു ചോയ്സ് ഈ ഒരു കാറ്റഗറിയിൽ ഈ പ്രൈസിന് ഇല്ല. പിന്നെ 1000cc എന്നൊക്കെ പറയുന്നത് പിന്നെ ZX10R ഉള്ളത്. അതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം 20 രൂപയുടെ അടുത്ത് ഓൺ റോഡ്, 20-22 ഓൺ റോഡ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് 10R. 10Rനൊക്കെ പറഞ്ഞാൽ 28-25ൻ്റെ മുകളിൽ നോക്കിയാൽ മതി. പിന്നെ ഡുക്കാട്ടി വണ്ടികൾ പിന്നെ പറയണ്ടല്ലോ, അത് പിന്നെ മെയിൻ്റനൻസും പുകയാണ്, പാർട്സ് കിട്ടാനും കഷ്ടമാണ്. അപ്പം ഏറ്റവും നല്ലത് പിന്നെ ഹോണ്ടയുടെ CBR ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫയർബ്ലേഡ് 1000RR വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിലവിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതും ഹോണ്ട വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് സർവീസ് ചെയ്യാന്നൊക്കെ പറയുന്നത്. എന്നാലും കമ്പാരിറ്റീവ്ലി ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡുക്കാട്ടി, മറ്റ് ട്രയംഫ്, BMW നോക്കുമ്പോൾ കുറവാണ് ഈ വണ്ടിക്ക്. കവാസാക്കി ജപ്പാനീസ് വണ്ടികൾക്ക് കുറവാണ്, സർവീസ് ചാർജ് കുറവാണ്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.